എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. 500 വേക്കൻസിയാണുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 7 സെലക്ഷൻ്റെ ഭാഗമായിട്ട് 2 ഫേസ് എക്സാം ഉണ്ട്. ഫേസ് 1 ഓൺലൈൻ എക്സാം വരുന്നത് ഓഗസ്റ്റ് 27 ഫേസ് 2 ഓൺലൈൻ എക്സാം വരുന്നത് ഒക്ടോബർ 30 ഇനി ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. കേരളത്തിൽ വേക്കൻസി ഉണ്ട്. കേരളത്തിലാകെ 35 വേക്കൻസിയാണുള്ളത്. SC 5, OBC 6, EWS 3, അൺറിസർവ്ഡ് 2. പിന്നീട് PWBD കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട്. കേരളത്തിലാകെ 35 വേക്കൻസിയാണുള്ളത്. ടോട്ടൽ എല്ലാ സ്റ്റേറ്റിലും കൂടി 500 വേക്കൻസിയിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. SC, ST, OBC കാറ്റഗറിക്ക് റിസർവേഷനുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ഇനി പ്രായപരിധി നോക്കാം. 21 തൊട്ട് 30 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 2/7/1996 1/7/2005 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതുകൂടാതെ പ്രായത്തിൽ ഇളവുണ്ട്. SC, ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാറ്റഗറിക്കും എക്സ് സർവീസ്മെനും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് നോക്കാം. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള നമ്മുടെ മലയാളം ആയതുകൊണ്ട് മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. റീജിയണൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. ഇനി SC, ST, OBC, PWBD കാൻഡിഡേറ്റ്സിന് എക്സാമിന് മുമ്പ് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. ട്രെയിനിങ് വേണ്ടവർ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ ട്രെയിനിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങളുടെ ഇമെയിൽ ID-യിലോ മൊബൈലിലോ അറിയിക്കുന്നതായിരിക്കും. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റാണ്. പ്രിലിമിനറി എക്സാമും ഉണ്ട്, മെയിൻ എക്സാമും ഉണ്ട്. പ്രിലിമിനറി എക്സാം വരുമ്പോൾ അതിൽ 3 സെക്ഷനാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 മാർക്ക്, റീസണിങ് എബിലിറ്റി 35 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഫേസ് 2 മെയിൻ എക്സാം 5 സെക്ഷനാണ്. ടെസ്റ്റ് ഓഫ് റീസണിങ് 40 മാർക്ക്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മാർക്ക്, ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി 40 മാർക്ക്, ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് 40 മാർക്ക്, ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് 40 മാർക്ക്. ടോട്ടൽ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാം ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. മെയിൻ എക്സാമിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് റീജിയണൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ എക്സാമിൻ്റെ വാലിഡ് കോൾ ലെറ്റർ കൊണ്ടുപോകണം. ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊണ്ടുപോകണം. ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത സെയിം നെയിമുള്ള ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ ഈ ഐഡൻറ്റിറ്റി പ്രൂഫിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി കൊണ്ടുപോകേണ്ടതാണ്. ഈ 3 ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ഇനി നിങ്ങൾ റീജിയണൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട്, നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അതിനായിട്ട് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മതി. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫിൻ്റെ ഒറിജിനലും ഫോട്ടോ കോപ്പിയും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഡിഗ്രി വരെയുള്ള ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും, SC, ST, OBC കാറ്റഗറിയൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മറ്റ് കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം.
എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് ഒറിജിനലും കൊണ്ടുപോവുക, സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടേക്കാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും ജില്ലകളിലാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത്. ഇതിൽ ഫേസ് 2 എക്സാം വരുന്നത് എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും. എറണാകുളത്ത് മാത്രമാണ് സെൻറ്റർ ഉള്ളത്. എവിടെയാണ് കൃത്യമായിട്ടുള്ള സ്ഥലം എന്നുള്ളത് നിങ്ങളുടെ കോൾ ലെറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പർട്ടിക്കുലർ സെൻറ്റർ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC, ST, PWD, എക്സ് സർവീസ്മെന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 7 ആണ്. അപ്ലൈ ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പുണ്ട്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ഓഫ് ഫീസ്, ഡോക്യുമെൻറ്റ് സ്കാൻ ആൻഡ് അപ്ലോഡ്. ആദ്യം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ്: I, നിങ്ങളുടെ പേര് എഴുതുക, ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ട് ഇമെയിൽ ID-യും മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ്: national-insurance.nic.co.in/ നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള സെക്ഷനുണ്ട്. അത് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള സെക്ഷൻ ഉണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാമിൻ്റെ കോൾ ലെറ്റർ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സെലക്ട് ആവുന്നവർക്ക് 6 മാസം പ്രൊബേഷൻ ഉണ്ടായിരിക്കും. പ്രൊബേഷൻ സമയത്ത് തന്നെ നിങ്ങൾ റിസൈൻ ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ 25,000 രൂപ നിങ്ങൾ അങ്ങോട്ട് ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രൊബേഷൻ 6 മാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ശമ്പളം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. 36,290 തൊട്ട് 1,865 രൂപ വരെയാണ് നിങ്ങൾക്ക് പെർ മന്ത് ശമ്പളം കിട്ടുന്നത്. നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത്. മെട്രോ സിറ്റിയൊക്കെ ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ 53,000 രൂപയായിരിക്കും പെർ മന്ത് ശമ്പളം കിട്ടുന്നത്. കൂടാതെ എല്ലാവിധ അലവൻസും ഉണ്ട്. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നല്ല ശമ്പളത്തിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.